ഹായ് കൂട്ടുകാരെ, വളരെയധികം അറിവ് നൽകുന്നതും ജിജ്ഞാസ ഉയർത്തുന്നതുമായ കൗതുകങ്ങളുടെ ഒരു ലോകമുണ്ട്. ഏതാണത്? അതെ, ബഹിരാകാശം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളുമുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ടെലസ്കോപ്പിലൂടെയും ബഹിരാകാശ സഞ്ചാരികളുടെ അവലോകനത്തിലൂടെയും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളിലൂടെയും നമ്മൾ ഇവയെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ നമുക്കൊരു ബഹിരാകാശ യാത്ര പോയാലോ? ആർ യു റെഡി? കൂട്ടുകാരെ, എന്താണ് സൗരയൂഥം? സൂര്യനും 8 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളുമുള്ള ഒരു വലിയ കൂട്ടമാണ് സൗരയൂഥം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം. 1596 ജോഹന്നാസ് കെപ്ലർ എഴുതിയ മിസ്റ്റീരിയം കോസ്മോഗ്രാഫിക്കം എന്ന പുസ്തകത്തിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും തമ്മിലുള്ള അകലം കൂടുതലാണെന്നും അവയ്ക്കിടയിൽ ഒരു ഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പ്രവചിച്ചിരുന്നു. അപ്പോൾ ജോഹന്നാസ് കെപ്ലർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? അതെ, മിസ്റ്റീരിയം കോസ്മോഗ്രാഫിക്കം. ജോഹാൻ ഡാനിയൽ ടൈറ്റിസ്, ജോഹാൻ ബോഡെ എന്നീ ശാസ്ത്രജ്ഞർ ടൈറ്റസ് ബോർലോ നിയമം കൊണ്ടുവന്നു. എന്താണ് ടൈറ്റസ് ബോർലോ നിയമം? സൂര്യനിൽ നിന്നുള്ള അകലവും അവയ്ക്കുള്ള ഗ്രാവിറ്റിയും സൈസും എല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ ബുധൻ നിൽക്കുന്ന സ്ഥാനം കഴിഞ്ഞ് ശുക്രൻ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു ഗ്രഹം വേണമെന്നുള്ളത് മാത്തമാറ്റിക്കലി പ്രൂവ്ഡ് ആണ്. ഇങ്ങനെ വരുമ്പോൾ ചൊവ്വയും വ്യാഴവും കഴിഞ്ഞ് വലിയൊരു അകലം കാണുവാൻ സാധിച്ചു. എന്ത് പ്രതിഭാസമാണ് അവിടെ ഗ്രഹമില്ലാതിരിക്കുവാൻ കാരണമെന്ന് അറിയുവാൻ വേണ്ടി ശാസ്ത്രജ്ഞർ ശ്രമിച്ചു. 1801 ജനുവരി 1 ഗ്യൂസപ്പെ പിയാസി ഒരു ഗോളത്തെ കണ്ടെത്തി. അതിന് 946 കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്നു. അതിന് സിറസ് എന്ന പേരും നൽകി. 1802 മാർച്ച് 28 ഹെൻറിച്ച് വിൽഹം ഓൾബേഴ്സ് എന്ന ശാസ്ത്രജ്ഞൻ മറ്റൊരു ഗോളത്തെയും കണ്ടെത്തി. അതിന് പല്ലാസ് എന്ന പേരും നൽകി. 1807 ജൂനോ, വെസ്റ്റ തുടങ്ങി 2 ഗോളങ്ങളെയും ആ പ്രദേശത്ത് തന്നെ കണ്ടെത്തി. വില്യം ഹെർഷലാണ് ആദ്യമായി ആസ്ട്രോയിഡ് അഥവാ ആസ്ട്രോയിഡ് ബെൽറ്റ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാണ് ആസ്ട്രോയിഡ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? അതെ, വില്യം ഹെർഷൽ. ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാൽ എന്താണ്? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാൽ ചിഹ്നഗ്രഹ വലയം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശത്തെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോയിഡ് എന്നാൽ ചിഹ്നഗ്രഹമാണെന്ന് മനസ്സിലായില്ലേ? എന്താണ് ചിഹ്നഗ്രഹം? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സൂര്യനെ ചുറ്റുന്ന പൂർണ്ണമായും ഗ്രഹങ്ങളായോ ഉപഗ്രഹങ്ങളായോ മാറാത്ത പാറകളും ലോഹങ്ങളും നിറഞ്ഞ രൂപത്തെയാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലെ പദാർത്ഥങ്ങളെയെല്ലാം ഒരുമിച്ച് ഒരു ഗ്രഹമാക്കാൻ നോക്കിയാൽ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ്റെ 4% മാസ് മാത്രമേ ഇവയ്ക്കുള്ളൂ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ചന്ദ്രനെ ഇവയുടെ എല്ലാം കൂടെ വയ്ക്കുകയാണെങ്കിൽ ഇവയേക്കാൾ 25 മടങ്ങ് കൂടുതൽ വലുപ്പം ചന്ദ്രനുണ്ട്. മാത്രമല്ല, വ്യാഴത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലം ഇവയെ ഒരുമിപ്പിച്ച് ഒരു ഗ്രഹമാക്കാൻ സമ്മതിക്കുകയുമില്ല. സൂര്യൻ്റെ സ്വാധീനം ആസ്ട്രോയിഡുകളെ പ്രത്യേക രീതിയിൽ കറങ്ങാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ചിഹ്നഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകളെ കുറിച്ച് നോക്കാം.
ഭൂമി പരിക്രമണം ചെയ്യുന്നത് ദീർഘവൃത്താകാര ഷേപ്പിലാണ്. ആസ്ട്രോയിഡുകളുടെ വലുപ്പം ചെറുതായതുകൊണ്ട് തന്നെ അവയുടെ പാത വ്യത്യാസപ്പെടും. വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം മൂലവും പാത വ്യത്യാസപ്പെടുകയും ചിലപ്പോഴൊക്കെ ഭൂമിയുടെ പരിക്രമണ പഥത്തിൽ പോലും കയറി വരാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന പേടകങ്ങളെല്ലാം ആസ്ട്രോയിഡ് ബെൽറ്റ് മുറിച്ചു കടന്നിട്ടും അപകടങ്ങളൊന്നും പറ്റാത്തതെന്ന്? അതിനുമുണ്ട് ചില കാരണങ്ങൾ. ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഓരോ ചിഹ്നഗ്രഹങ്ങൾ തമ്മിലും വലിയൊരു അകലമുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റ് മുറിച്ചു കടന്നുപോയ പേടകങ്ങളിലെ നോക്കിയാലോ. ആദ്യമായി വ്യാഴത്തെ നിരീക്ഷിക്കാൻ പോയ പയനിയർ 10, പയനിയർ 11, വോയേജർ 1, വോയേജർ 2, യൂലിസിസ്, ന്യൂ ഹൊറൈസൺസ്, ഗലീലിയോ, കാസിനി തുടങ്ങിയവ. എല്ലാ കാര്യത്തിലും വലുതും ചെറുതുമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ചിഹ്നഗ്രഹം ഏതാണ്? അത് തന്നെ സിറസ്. 1801 ജനുവരി 1 ക്യൂസെപ്പെ പിയാസിയാണ് 946 കിലോമീറ്റർ വ്യാസമുള്ള സിറസിനെ കണ്ടെത്തിയത്. ആദ്യം അതിനെ ഒരു ഗ്രഹമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. സമാനമായ ഭ്രമണപഥത്തിൽ ഡസൻ കണക്കിന് വസ്തുക്കളെ കണ്ടെത്തിയതോടെ 1850 അത് ഒരു ചിഹ്നഗ്രഹമാണ് എന്ന് കണ്ടെത്തി. വർഷങ്ങളോളം ചിഹ്നഗ്രഹമാണ് എന്ന് വിളിക്കപ്പെട്ട സിറസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് വലുതും വ്യത്യസ്തവുമായിരുന്നു. 2006 ശാസ്ത്രജ്ഞർ സിറസിനെ ഒരു കുള്ളൻ ഗ്രഹമായി തരംതിരിച്ചു. ദാനത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും പ്രതീകമായ റോമൻ ദേവതയുടെ പേരാണ് സിറസ്. 2015 ആദ്യമായി ഒരു ബഹിരാകാശ പേടകം നിരീക്ഷിച്ച കുള്ളൻ ഗ്രഹമാണ് സിറസ്. സിറസിൻ്റെ ഉപരിതലവും ഘടനയും ചരിത്രവും പഠിക്കുവാൻ വേണ്ടിയാണ് ഡോൺ എന്ന പേടകമാണ് സിറസിനെ നിരീക്ഷിച്ചത്. എന്തൊക്കെയാണ് നാസ വിക്ഷേപിച്ച ഡോൺ കണ്ടെത്തിയത്? സിറസിൻ്റെ ഉപരിതലം വാട്ടർ ഐസും കളിമണ്ണും കാർബണേറ്റും തുടങ്ങിയ ജലാംശമുള്ള ധാതുക്കളുടെ മിശ്രിതമാണ് എന്ന് ഡോൺ കണ്ടെത്തി. ചിഹ്നഗ്രഹങ്ങൾക്ക് നിശ്ചിത രൂപമില്ല. അതിൽ സിറസിന് മാത്രമാണ് ഏകദേശം ഗോളാകാരമുള്ളത്. ഏറ്റവും വലിയ ചിഹ്നഗ്രഹം സിറസ് ആണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹം ഏതാണ്? 2015 TC-25 ആണ് ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹം. 2 മീറ്റർ മാത്രം വ്യാസമുള്ള ബഹിരാകാശത്തിലെ ഒരു ചെറിയ പാറയാണിത്. ഭൂമിക്കരികിലുള്ള ഏറ്റവും തിളക്കമുള്ള ചിഹ്നഗ്രഹമാണിത്. നിരീക്ഷിച്ചിട്ടുള്ളവയിൽ ഏറ്റവും വേഗം കറങ്ങാൻ കഴിയുന്ന ഒരു ചിഹ്നഗ്രഹവും ഇതുതന്നെയാണ്. ആസ്ട്രോയിഡുകളെ അവയിൽ അടങ്ങിയിട്ടുള്ള മൂലകത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് C ടൈപ്പ് ആസ്ട്രോയിഡ്, S ടൈപ്പ് ആസ്ട്രോയിഡ്, M ടൈപ്പ് ആസ്ട്രോയിഡ്. ഇനി നമുക്ക് C ടൈപ്പ് ആസ്ട്രോയിഡിനെ കുറിച്ച് നോക്കാം. കളിമണ്ണും സിലിക്കേറ്റും പാറകളുമുള്ള ഇരുണ്ട നിറമാണ് C ടൈപ്പ് ആസ്ട്രോയിഡിന്. ഇവ വ്യാഴത്തോട് കൂടുതൽ അടുത്തു നിൽക്കുകയാണ്. കണ്ടെത്തിയതിൽ 75% C ടൈപ്പ് ആസ്ട്രോയിഡുകളാണ്. C ടൈപ്പ് ആസ്ട്രോയിഡുകൾ കാർബണേഷ്യസ് അഥവാ കോഡ്രോയിഡ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അവയെ ബാധിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ 3% മാത്രമാണ് പ്രതിഫലിപ്പിക്കുക. അടുത്തത് നമുക്ക് S ടൈപ്പ് ആസ്ട്രോയിഡുകളെ കുറിച്ച് നോക്കാം. മഗ്നീഷ്യം, സിലിക്കേറ്റ്, ഇരുമ്പ്, നിക്കൽ മിശ്രിതം അടങ്ങിയിട്ടുള്ളതാണ് S ടൈപ്പ് ആസ്ട്രോയിഡ്. S ടൈപ്പ് ആസ്ട്രോയിഡുകൾ മറ്റുള്ളവയേക്കാൾ തിളക്കമുള്ളതാണ്. അവ കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ 20% പ്രതിഫലിപ്പിക്കുന്നു. കണ്ടെത്തിയവയിൽ 17% S ടൈപ്പ് ആസ്ട്രോയിഡാണ്. അവ മറ്റുള്ളവയേക്കാൾ വലുതാണ്. അടുത്തതായി M ടൈപ്പ് ആസ്ട്രോയിഡുകളെ കുറിച്ച് നോക്കാം. M ടൈപ്പ് ആസ്ട്രോയിഡുകൾ ചിഹ്നഗ്രഹ വലയത്തിൻ്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചിലതിൽ ചെറിയ അളവിൽ കല്ലും അടങ്ങിയിട്ടുണ്ട്.
അവ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ 10% മുതൽ 18% വരെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മൾ ആസ്ട്രോയിഡുകളുടെ അവയുടെ മൂലകത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചല്ലോ. ഇനി നമുക്ക് അവയെ അവ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാലോ? അവയാണ് നിയർ എർത്ത് ഒബ്ജക്റ്റ്, മെയിൻ ബെൽറ്റ് ആസ്ട്രോയിഡ്സ്, ട്രോജൻ ആസ്ട്രോയിഡ്സ്. നിയർ എർത്ത് ആസ്ട്രോയിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേര് പോലെ തന്നെ ഭൂമിയുമായി അടുത്തു നിൽക്കുന്ന ആസ്ട്രോയിഡുകളെയാണ് നിയർ എർത്ത് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ഇവ ഭൂമിക്ക് അടുത്തുകൂടി സൂര്യനെ ചുറ്റുന്നു. ഭൂമിക്ക് അടുത്തുകൂടി സൂര്യനെ ചുറ്റുന്ന ആസ്ട്രോയിഡുകളെ അവയുടെ ഓർബിറ്റിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് അറ്റിഡാസ് ആസ്ട്രോയിഡ്സ്, ഏതൻസ് ആസ്ട്രോയിഡ്സ്, അപ്പോളോ ആസ്ട്രോയിഡ്സ്, അമോർസ് ആസ്ട്രോയിഡ്സ്. എന്താണ് അറ്റിഡാസ് ആസ്ട്രോയിഡ്സ്? ഭൂമിയുടെ ഓർബിറ്റിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അറ്റിഡാസ് ആസ്ട്രോയിഡ്സ്. അവയ്ക്ക് സൂര്യനിൽ നിന്ന് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് താഴെ അകലം മാത്രമേയുള്ളൂ. AU എന്നാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതിന് മലയാളത്തിൽ പ്രകാശവർഷം എന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങളിലേക്കും മറ്റുമുള്ള ദൂരം സൂചിപ്പിക്കാനാണ് പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. ഏതൻ ആസ്ട്രോയിഡുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പെരിഹീലിയോൺ, എന്താണ് അഫീലിയോൺ എന്ന് നമ്മൾ പഠിക്കണം. എന്താണ് പെരിഹീലിയോൺ? ഭൂമിയോ സൂര്യനോട് അടുത്തു നിൽക്കുന്ന സമയമാണ് പെരിഹീലിയോൺ. എന്താണ് അഫീലിയോൺ? ഭൂമി സൂര്യനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയമാണ് അഫീലിയോൺ. ഏതൻസ് ആസ്ട്രോയിഡുകൾ പെരിഹീലിയോൺ സമയങ്ങളിൽ 0.98 ആസ്ട്രോണമിക്കൽ യൂണിറ്റും അഫീലിയോൺ സമയങ്ങളിൽ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റും സൂര്യനിൽ നിന്ന് അകലം പാലിക്കുന്നു. ഏതൻസ് ആസ്ട്രോയിഡുകൾ അഫീലിയോൺ സമയങ്ങളിൽ ഭൂമിയുടെ ഓർബിറ്റ് മുറിച്ചു കടക്കുന്നു. അടുത്തതായി അപ്പോളോ ആസ്ട്രോയിഡ്. അപ്പോളോ ആസ്ട്രോയിഡ്സ് ഇതിന് നേരെ വിപരീതമാണ്. അവ പെരിഹീലിയോൺ സമയങ്ങളിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അടുത്തേക്ക് വരികയും അഫീലിയോൺ സമയങ്ങളിൽ ഓർബിറ്റിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു. അടുത്തതായി ആമോർ ആസ്ട്രോയിഡ്. ആമോർ ആസ്ട്രോയിഡ്സ് ഭൂമിയുടെ ഓർബിറ്റ് മുറിച്ചു കടക്കുന്നേയില്ല. എന്താണ് നിയർ എർത്ത് ഒബ്ജക്റ്റ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? രണ്ടാമതായി എന്താണ് ട്രോജൻ ആസ്ട്രോയിഡ്സ് എന്ന് നോക്കാം. ട്രോജൻസ് ആസ്ട്രോയിഡ്സ് സൂര്യൻ്റെയോ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെയോ ലാഗ്രാഞ്ച് പോയിന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ലാഗ്രാഞ്ച് പോയിന്റ്? ഒരു നക്ഷത്രത്തിൻ്റെയോ ഗ്രഹത്തിൻ്റെയോ ഗുരുത്വാകർഷണ ബലം തുല്യമാകുന്ന അവസരത്തിൽ ആ പോയിന്റിനെ ലാഗ്രാഞ്ച് പോയിന്റ് എന്നാണ് പറയുന്നത്. സൗരയൂഥത്തിൽ അറിയപ്പെടുന്ന മിക്ക ട്രോജനുകളും വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലാണുള്ളത്. ജൂപ്പിറ്റർ ട്രോജനുകൾ 7000-ലധികം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ സമീപത്തായി സൂര്യനെ ചുറ്റുന്ന 2 എർത്ത് ട്രോജൻ ആസ്ട്രോയിഡ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ട്രോജൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലെ ലാഗ്രാഞ്ചിയൻ പോയിന്റുകൾക്ക് സമീപം നിരീക്ഷിച്ച ചിഹ്നഗ്രഹങ്ങൾക്കാണ്. മൂന്നാമതായി മെയിൻ ബെൽറ്റ് ആസ്ട്രോയിഡ്. ആസ്ട്രോയിഡ് ബെൽറ്റിനെ തന്നെയാണ് മെയിൻ ബെൽറ്റ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. സിറസ്, പല്ലാസ്, ജൂനോ, വെസ്റ്റ തുടങ്ങിയ പ്രധാനപ്പെട്ട ചിഹ്നഗ്രഹങ്ങൾ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ചിഹ്നഗ്രഹങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ബഹിരാകാശ പേടകങ്ങൾ നിരീക്ഷിച്ച ചിഹ്നഗ്രഹങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഇറോസ്, ഇറ്റോകാവ, ടൗട്ടാറ്റിസ്, റിഗു, ബെന്നു. ആദ്യമായി ഇറോസ്. അമോർ ഗ്രൂപ്പിലെ ഒരു സ്റ്റോണി ചിഹ്നഗ്രഹമാണ് ഇറോസ്. നിയർ ഷുമാക്കർ എന്ന പേടകം ആദ്യമായി വിജയകരമായി പരിക്രമണം ചെയ്തത് ഇറോസ് എന്ന ചിഹ്നഗ്രഹത്തെയാണ്. ഒരു ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങുകയും ചെയ്ത ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് നിയർ ഷുമാക്കർ. ഇനി അടുത്തതായി ഇറ്റോകാവ. അപ്പോളോ ഗ്രൂപ്പിൽ വരുന്ന ചിഹ്നഗ്രഹമാണ് ഇറ്റോകാവ. ഇത് അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹമാണ്. 2005 ചിഹ്നഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 1500-ലധികം റെഗോലിത് പൊടിപടലങ്ങൾ ശേഖരിച്ച ജാപ്പനീസ് ബഹിരാകാശ പേടകമാണ്
ഹയബൂസ. സാമ്പിൾ റിട്ടേൺ മിഷൻ ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ ചിഹ്നഗ്രഹമാണ് ഇറ്റോകാവ. ഒരു ബഹിരാകാശ ഒബ്ജക്റ്റിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നതിനെയാണ് സാമ്പിൾ റിട്ടേൺ മിഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ടൗട്ടാറ്റിസ് നോക്കിയാലോ. അപ്പോളോ ഗ്രൂപ്പിനടുത്ത് വരുന്ന അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹമാണിത്. ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ പൊള്ളാസ് ആണ് 1989 ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത്. അപ്പോൾ ആരാണ് ടൗട്ടാറ്റിസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? അതെ, ക്രിസ്റ്റ്യൻ പൊള്ളാസ്. നാസ, ESA, JAXA എന്നിവയ്ക്ക് ശേഷം ചിഹ്നഗ്രഹങ്ങളെ നേരിട്ട് പര്യവേഷണം ചെയ്യുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ചൈനയുടെ CNSA. ചൈനയുടെ ചാങ് ഈറ്റോ ടൗട്ടാറ്റിസിനെ ചിത്രീകരിച്ചു. അടുത്തതായി റിഗ്യു. അപ്പോളോ ഗ്രൂപ്പിൽപ്പെടുന്ന അപകടകാരിയായ മറ്റൊരു ചിഹ്നഗ്രഹമാണ് റിഗ്യു. C ടൈപ്പ് ചിഹ്നഗ്രഹങ്ങളുടെ പ്രത്യേകത ഇവയ്ക്കുമുണ്ട്. 2018 ജൂണിൽ ജാപ്പനീസ് ബഹിരാകാശ പേടകം ഹയാബൂസ 2 ചിഹ്നഗ്രഹത്തിലെത്തി. അപ്പോൾ 2018 ജൂണിൽ ചിഹ്നഗ്രഹത്തിലെത്തിയ ബഹിരാകാശ പേടകം ഏതാണ്? അതെ, ഹയാബൂസ 2. 2020 ഡിസംബർ 5 സാമ്പിൾ ക്യാപ്സ്യൂൾ ഭൂമിയിലേക്ക് തിരികെ നൽകി. അടുത്തതായി ബെന്നോ. അപ്പോളോ ഗ്രൂപ്പിലെ ഒരു കാർബണേഷ്യസ് ചിഹ്നഗ്രഹവും അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹവുമാണ് ബെന്നോ. സൂര്യൻ, സൃഷ്ടി, പുനർജന്മം എന്നിവയുമായി ബന്ധപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ പുരാണ പക്ഷിയുടെ പേരാണ് ബെന്നു. ബെന്നുവിൻ്റെ ശരാശരി വ്യാസം 500 മീറ്റർ മാത്രമാണ്. 2018 ഡിസംബർ 3 നാസയുടെ ഒസിറിസ് റെക്സ് ബഹിരാകാശ പേടകം 2 വർഷത്തെ യാത്രയ്ക്ക് ശേഷം ബെന്നുവിലെത്തി. 2021 മെയ് 10 ചിഹ്നഗ്രഹ അവശിഷ്ടങ്ങളുടെ സാമ്പിളുമായി ഒസിറിസ് റെക്സ് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. 2023 സെപ്റ്റംബർ 24 ഭൂമിയിലെത്തും. കൂട്ടുകാരെ, അപകടകാരികളായ ചിഹ്നഗ്രഹങ്ങളെ ഉൾപ്പെടുത്തുന്ന പട്ടികയെ പറയുന്ന പേരാണ് സെൻട്രി എർത്ത് ഇമ്പാക്റ്റ് മോണിറ്ററിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ടെലസ്കോപ്പ് സഹായിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു ടെലസ്കോപ്പാണ് സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ്. ബെന്നോ വളരെ വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഒരു കാർബണേഷ്യസ് ചിഹ്നഗ്രഹമാണ് എന്നും ബെന്നുവിന് ഗോളാകൃതി ഉണ്ട് എന്നും ഈ ടെലസ്കോപ്പിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയത്. സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ് 2003 വിക്ഷേപിച്ചത്. ഇത് നാസയുടെ ഇൻഫ്രാറെഡ് ഗ്രേറ്റ് ഒബ്സർവേറ്ററി ആയിരുന്നു. ഈ ടെലസ്കോപ്പ് വഴിയാണ് ശനിയുടെ ഭീമാകാരമായ വലയം കണ്ടെത്തിയത്. ചിഹ്നഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കുറച്ചറിഞ്ഞല്ലോ. എന്താണ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ? സൗരയൂഥത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നമുക്ക് ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഗ്രഹങ്ങളുടെ നിർമ്മാണ ഘടകമായി ഇവയെ കണക്കാക്കുന്നു. അടുത്ത നേട്ടം, ഭൂമിയുടെ സംരക്ഷണത്തിനു വേണ്ടി അപകടകാരികളായ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നത് അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമുണ്ട്, ആസ്ട്രോയിഡ് മൈനിങ്. ഭൂമിയിൽ നമുക്ക് ലഭ്യമല്ലാത്ത മൂലകങ്ങൾ ധാരാളമുള്ള ആസ്ട്രോയിഡിൽ നിന്ന് ലോഹങ്ങളും ധാതുക്കളും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആസ്ട്രോയിഡ് മൈനിങ്. ഈയിടെ വിക്ഷേപിച്ച ഒരു ദൗത്യമാണ് ഡാർട്ട് അഥവാ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ഗ്രഹപ്രതിരോധത്തിനായുള്ള നാസയുടെ ആദ്യ ഫ്ലൈറ്റ് മിഷൻ ആണ് ഡാർട്ട്. ഭൂമിയെ അപകടപ്പെടുത്തുന്ന ഒരു ചിഹ്നഗ്രഹ ഭീഷണി ഉണ്ടായാൽ ആ ചിഹ്നഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തെ ചലനാത്മക ആഘാതത്തിലൂടെ മാറ്റാനാണ് ഡാർട്ട് ദൗത്യം ലക്ഷ്യമിടുന്നത്. 2021 നവംബർ 23 ഡാർട്ട് വിക്ഷേപിച്ചു. 2022 സെപ്റ്റംബർ 26 ഡാർട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള ദൂരദർശിനികൾ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന വിധത്തിൽ ചിഹ്നഗ്രഹത്തിൻ്റെ ചലനത്തെ ചെറുതായൊന്ന് മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം.
കൂട്ടുകാർക്ക് എന്താണ് ഡാർട്ട് എന്ന് മനസ്സിലായില്ലേ? ഞാൻ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനിയും ധാരാളം കാര്യങ്ങൾ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് അറിയാനുണ്ട്. പുതിയ ദൗത്യങ്ങളിലൂടെ കൂടുതൽ അറിവ് നേടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.